പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 1 PM ന്യൂസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 16ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടൈം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരുന്നു പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. UDF നിരയിലെ ഇടതു പശ്ചാത്തലമുള്ളവരും LDFിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും സഗൗരവ പ്രതിജ്ഞയാണ് എടുത്തത്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു MLA മാരുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരി MLA-യും ഫിഷറീസ് മന്ത്രിയുമായ VE അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. കന്നി MLA ആണ് അബ്ദുൽ ഗഫൂർ. VE അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത 5 MLA-മാരും ഭരണപക്ഷത്തു നിന്നായിരുന്നു. ആറാമതായി എത്തിയ പുനലൂരിൽ നിന്നുള്ള C അജയപ്രസാദാണ് ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത LDF MLA. ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും 3 BJP MLA-മാരിൽ ചാത്തന്നൂരിനെ പ്രതികരിക്കുന്ന BB ഗോപകുമാറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശൻ 105-ാമതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 133-ാമതായും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 83-ാമതുമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. CPM-ൽ കലാപക്കൊടി ഉയർത്തി തളിപ്പറമ്പിൽ അട്ടിമറി വിജയം നേടിയ TK ഗോവിന്ദനും പയ്യന്നൂരിൽ നിന്നുള്ള V കുഞ്ഞികൃഷ്ണനും സഗൗരവ പ്രതിജ്ഞയാണ് എടുത്തത്. RMP നേതാവ് KK രമയും സഗൗരവ പ്രതിജ്ഞ ചൊല്ലി. 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ MLA പിണറായി വിജയനും പ്രായം കുറഞ്ഞ MLA ആലപ്പുഴയിൽ നിന്നുള്ള AD തോമസുമാണ്. 24 തിരുവനന്തപുരം. നിയമസഭാ ചരിത്രത്തിലാദ്യമായി 3 MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ആവേശത്തിലാണ് BJP. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രകടനമായാണ് രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, BB ഗോപകുമാർ എന്നിവർ നിയമസഭയിലേക്ക് എത്തിയത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ചെണ്ടമേളവും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകരുടെ ആവേശം. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കാൽനടയായി രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും BB ഗോപകുമാറും നിയമസഭയിലേക്ക്. അനുഗമിച്ച് PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. കേരള രാഷ്ട്രീയത്തിന് ചരിത്രത്തിൽ ആദ്യമായി BJP-ന്റെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാവും. ശ്രീ ഗോകുമാർജി ആയിരിക്കും ഞങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. 16ാം കേരള നിയമസഭയിലെ BJP-യുടെ ആദ്യ MLA-ആയി ചാത്തന്നൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട BB ഗോപകുമാർ 33-ാമനായി സത്യപ്രതിജ്ഞ ചെയ്തു. BB ഗോപകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് കഴക്കൂട്ടം MLA V മുരളീധരൻ 64-ാമനായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നേമത്തു നിന്ന് വിജയിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പ്രതിപക്ഷ നിരയുടെ മുൻ സീറ്റിൽ ഇരിപ്പിടം ലഭിച്ചു. മലയാളത്തിൽ സത്യപ്രതിജ്ഞ. രാജീവ് ചന്ദ്രശേഖർ കുടുംബസമേതമാണ് നിയമസഭയിലെത്തിയത്. V മുരളീധര പക്ഷവുമായി തർക്കമുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും BJP-യുടെ പാർലമെന്ററി പാർട്ടി ലീഡർ. 24 തിരുവനന്തപുരം. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറെ നാളെ അറിയാം. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്ന് ഉറപ്പായി. AC മൊയ്തീൻ LDF-ന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയാണ്. ചരിത്രത്തിലാദ്യമായി കേരള നിയമസഭയിൽ BJP-ക്കും സ്പീക്കർ സ്ഥാനാർത്ഥിയുണ്ട്. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ BB ഗോപകുമാറാണ് സ്പീക്കർ സ്ഥാനാർത്ഥി. നാളെ രാവിലെ 9-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 102 അംഗങ്ങൾ ഉള്ളതിനാൽ UDF-ന് ജയം ഉറപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം കേരള നിയമസഭയുടെ നാഥനായി തെരഞ്ഞെടുക്കപ്പെടും. PK കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം നിയമസഭയിൽ ഏറ്റവും അനുഭവപരിചയമുള്ള അംഗമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുൻമന്ത്രിയും കുന്നംകുളം MLA-യുമായ AC മൊയ്തീനാണ് LDF-ന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ചരിത്രത്തിലാദ്യമായി 3 അംഗങ്ങളെ വിജയിപ്പിച്ച BJP-യും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ചാത്തന്നൂരിൽ നിന്ന് ചരിത്രജയം നേടിയ BB ഗോപകുമാറാണ് സ്പീക്കർ സ്ഥാനാർത്ഥി. കേരള രാഷ്ട്രീയത്തിന് ചരിത്രത്തിൽ ആദ്യമായി BJP-ന്റെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാവും. ശ്രീ ഗോകുമാർജി ആയിരിക്കും ഞങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. അടുത്ത മാസം 1-ന് രാവിലെയാകും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDF-ന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് LDF തീരുമാനിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. 16ാം കേരള നിയമസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒട്ടേറെ കൗതുകങ്ങൾക്കും വേദിയായി. പ്രോട്ടം സ്പീക്കർ ഉൾപ്പെടെ പുതിയ സഭയിൽ അംഗങ്ങളായ മുൻ CPM നേതാക്കൾ പിണറായി വിജയനുമായി സൗഹൃദം പങ്കിട്ടത് സഭ കൗതുകത്തോടെ നോക്കി. MLA-ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചതും ശ്രദ്ധേയമായി. നിറചിരിയോടെ
പിണറായി വിജയന് കൈകൊടുത്ത് പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ. സുധാകരന്റെ തോളിൽ തട്ടി പിണറായി വിജയനും. MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏവരും കൗതുകത്തോടെ വീക്ഷിച്ച കാഴ്ചയായിരുന്നു ഇത്. സ്പീക്കർ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പിണറായി വിജയന്റെ അടുത്തേക്ക് നീങ്ങിയായിരുന്നു ജി സുധാകരൻ ഹസ്തദാനം നൽകിയത്. UDF പിന്തുണയോടെ വിജയിച്ച CPIM മുൻ നേതാക്കളായ TK ഗോവിന്ദൻ പിണറായി വിജയന്റെ സീറ്റിനടുത്തെത്തി ഹസ്തദാനം നൽകി. B കുഞ്ഞികൃഷ്ണൻ അഭിവാദ്യം ചെയ്തതും കൗതുക കാഴ്ചയായി. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞായിരുന്നു MLA-ആയും മുഖ്യമന്ത്രി VD സതീശന്റെ സത്യപ്രതിജ്ഞ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ 9 പേരുടെ സത്യപ്രതിജ്ഞ ഇംഗ്ലീഷിൽ. I, Ramesh Chennithala, having been elected a member of the Legislative Assembly. കന്നഡയിൽ AKM അഷ്റഫും തമിഴിൽ F രാജയും സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യ നാട്ടിൻ ഇറയാണ്മയും അഖണ്ഡതയും എത്തിയിടുത്താനന്തോ. ഭരണഘടന കയ്യിലേന്തി സന്ദീപ് വാര്യർ. ഗാന്ധി തൊപ്പിയണിഞ്ഞ് VP സജീന്ദ്രൻ. സൈക്കിളിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ടീഷർട്ടും ധരിച്ചാണ് ചാണ്ടിയുമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. നിയമസഭയിലേക്ക് കാൽനടയായി എത്തി മുൻമന്ത്രി P പ്രസാദ്. കന്നി ജയം നേടിയ രമേശ് പിഷാരടി, ഫൈസൽ ബാബു, PK നവാസ് തുടങ്ങിയവർ പാൻസ് ധരിച്ചാണ് സഭയിലെത്തിയത്. LDF അംഗങ്ങൾ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ BT ബൽറാം, CP ജോൺ, ഷിബു ബേബി ജോൺ, സുമേഷ് അച്യുതൻ തുടങ്ങിയ UDF അംഗങ്ങളും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. 24 തിരുവനന്തപുരം. MLA-മാരുടെ സത്യപ്രതിജ്ഞാ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടി ആശാ വർക്കേഴ്സ്. ഓണറേറിയം സമരവിജയമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സിനിമാ താരം പ്രേംകുമാറിന്റെ സാന്നിധ്യവും അവിടെ ശ്രദ്ധേയമായി. 266 ദിവസങ്ങൾ നീണ്ട സെക്രട്ടേറിയറ്റിനു മുന്നിലെ രാപ്പകൽ സമരം. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ നൽകുക തുടങ്ങിയവ സമരാവശ്യങ്ങൾ. സമരത്തിന് അന്നത്തെ പ്രതിപക്ഷം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, വാഗ്ദാനങ്ങൾ നൽകി. ഒടുവിൽ അധികാരം ലഭിച്ച ശേഷമുള്ള ആദ്യ മന്ത്രിസഭയിൽ വാക്കുപാലിക്കുകയാണ് UDF സർക്കാർ. ഓണറേറിയത്തിലുണ്ടായ വർധന സമരവിജയമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആശാ വർക്കർമാർ ഉയർത്തിയ ഡിമാൻഡ് വളരെ ന്യായമാണെന്നാണ് ഇപ്പോഴത്തെ വർധനവ് തെളിയിച്ചിരിക്കുന്നത്. സംഗമത്തിൽ നടൻ പ്രേംകുമാർ ഉദ്ഘാടകനായി എത്തി. സമരം പരിഹരിച്ചില്ലെങ്കിൽ ഇടതു സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് പ്രേംകുമാർ പൊതുവേദിയിൽ പറഞ്ഞത് വിവാദമായിരുന്നു. ഒരു മുൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോൾ ആ ഒഴുകിപ്പോകുന്നതിന് നിങ്ങൾ പാവപ്പെട്ട ഈ സഹോദരിമാരുടെ കണ്ണുനീരിന്റെ പുഴ ആണ് അത് ഒഴുക്കിക്കളഞ്ഞത് എന്ന് ഞാൻ പറയും. വിരമിക്കലാനുകൂല്യം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഓണററി വർധനവ് ഘട്ടം ഘട്ടമായി ഉണ്ടാകുമെന്നുമുള്ള പുതിയ സർക്കാരിന്റെ ഉറപ്പിലും ആശമാർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ടാർപോളിൻ ഷീറ്റ് പോലും കെട്ടാൻ അനുവാദമില്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴ നനഞ്ഞ കാലം. ഒടുവിലിതാ ആശമാർ വിജയപാതയിൽ മുന്നോട്ട്. ഇവരുടെ കൂടെ കണ്ണീരിന്റെ പിൻബലത്തിലാണ് ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയതെന്നുകൂടി ആശമാർ ഓർമ്മിപ്പിക്കുന്നു. ക്യാമറമാൻ സിറിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായ കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM ശ്രീയിൽ തുടർ നടപടിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിശോധന. വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിർദ്ദേശം നൽകി. PM ശ്രീ പദ്ധതി പരിശോധിക്കാതെ നടപ്പാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് UDF സർക്കാർ. വിദ്യാഭ്യാസ സെക്രട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തീരുമാനമെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. വിഷയം വിശദമായി ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വിടും. അതുവരെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയോ റദ്ദാക്കുകയോ ചെയ്യില്ല. ഒരു കെപ്റ്റിൻ അബയൻസ് അത് തൽക്കാലം ഒന്നും ചെയ്യേണ്ടപ്പോൾ അങ്ങനെ വെക്കുക എന്ന് പറയും നമ്മൾ. അതാണ് കെപ്റ്റിൻ അബയൻസ് എന്നുള്ള ഒരു കത്ത് കൊടുത്തു. ഇത് ഒക്കെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ സംഗതികളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്. LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പിട്ടെങ്കിലും സംഘപരിവാർ അജണ്ടയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 1000 കോടിയിലധികം രൂപയുടെ ഫണ്ട് സംസ്ഥാനത്തിൽ ലഭിക്കുന്നതിനാൽ കരാർ റദ്ദാക്കണമോ എന്ന കാര്യത്തിൽ പുനർവിചിന്തനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: നമ്മുടെ നാട് ഒരു ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെൻറ്ററിനും ഒക്കെ അവകാശമുണ്ടെങ്കിലും അധികമായിട്ട് സ്റ്റേറ്റിൽ നടപ്പാക്കി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിക്ക്, ഒരു പദ്ധതിക്ക് കണ്ടീഷൻ വെക്കുക എന്നുള്ളത് അതൊരു ഫെഡറലിസത്തിന് യോജിച്ചതല്ല. PM ശ്രീ സർക്കാരിന് കീറാമുട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 24 തിരുവനന്തപുരം.
തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിമർശനത്തിന് അതീതരായ ആരുമില്ലെന്നും തെറ്റുതിരുത്തലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയും ഉത്തരവാദിത്തമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ തുടങ്ങും. CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരായ കടുത്ത വിമർശനം തുടരുകയാണ്. വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് പുനഃപരിശോധിക്കില്ല. അതിൽ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി ഏകണ്ഠമായിട്ടാണ് ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന് ചർച്ച ചെയ്തപ്പോൾ സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരട്ടെ എന്ന് തീരുമാനിച്ചത്. ഒരു പുനഃപരിശോധിക്കണം ആര് പറഞ്ഞു ഞങ്ങൾ പറയുന്നത്? തെറ്റുതിരുത്തലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയും ഉത്തരവാദിത്വവുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കമ്മ്യൂണിസത്തിൽ വിമർശനത്തിന് അതീതരായി ആരുമില്ല, തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണമെന്നും MV ജയരാജൻ. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് വിമർശനത്തിന് അതീതരായി ആരും ഇല്ല, വിമർശനം മാത്രമാണ്. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. കൽപ്പറ്റയിൽ T സിദ്ദിഖിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ വിശ്വാസയോഗ്യത ഇല്ലാത്തതെന്ന് CPIM വയനാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ടൗൺഷിപ്പ് ഉദ്ഘാടന പരിപാടി പാർട്ടി പരിപാടിയാക്കി മാറ്റി. പാർട്ടി ജില്ലാ സെക്രട്ടറി SFI നേതാവല്ല എന്ന് ഓർക്കണമെന്നും സെലിബ്രിറ്റികൾ വരുമ്പോൾ റീൽസ് എടുക്കലല്ല സംഘടനാ പ്രവർത്തനമെന്നും ജില്ലാ സെക്രട്ടറി K റഫീഖിനെതിരെ വിമർശനമുയർന്നു. 24 ഡൽഹി. തോൽവി വിലയിരുത്താൻ ചോദ്യാവലിയുമായി CPIM. തോൽക്കാൻ കാരണമായ വിഷയങ്ങൾ ആരായുന്ന 34 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ഏരിയ കമ്മിറ്റികൾക്കാണ് ചോദ്യാവലി നൽകിയിരിക്കുന്നത്. ലോക്സഭാ, തദ്ദേശ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എത്ര വോട്ട് കിട്ടി, BJP വോട്ടുകൾ എത്ര, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചിരുന്നോ തുടങ്ങിയവയാണ് ചോദ്യാവലിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയാൽ അവിടെ തമിഴക വെട്ടിക്കഴക മന്ത്രിസഭയിലേക്ക് 23 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 59 വർഷങ്ങൾക്ക് ശേഷം 2 കോൺഗ്രസ് മന്ത്രിമാർ കൂടി തമിഴ്നാട് നിയമസഭയിലെത്തി. 21 TVK MLA-മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. മുസ്ലിം ലീഗും TVK മന്ത്രിസഭയിലുണ്ട്. പാപനാശം MLA AM ഷാജഹാൻ മന്ത്രിയാകും. മനേഷ് മൂർത്തി വാർത്തയുടെ ഒരുമിച്ചിരുന്നു. മനേഷ്, മൊത്തം ചരിത്രം വഴിമാറുന്ന കാഴ്ചയാണ്. ഈ പറയുന്ന 60ഓളം വർഷങ്ങൾക്ക് ശേഷം അവിടെ ആദ്യമായി കോൺഗ്രസ് മന്ത്രി ഉണ്ടാകുന്നു. മൊത്തത്തിൽ പുതിയ കാലം, പുതിയ മാറ്റം. മനേഷ്. അശ്മി, തീർച്ചയായും നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വലിയ മാറ്റങ്ങളാണ് TVK വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത്. രാഷ്ട്രീയപരമായുള്ള മാറ്റങ്ങൾക്കപ്പുറം ഭരണതലത്തിലും ആ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം. 59 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് 2 മന്ത്രിമാരുണ്ടാകുന്നു മന്ത്രിസഭ, തമിഴ്നാട് മന്ത്രിസഭയിൽ. അതിനുശേഷം ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗും മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പാപനാശം MLA ആയിട്ടുള്ള AM ഷാജഹാനാണ് മന്ത്രിയാവുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിന് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 23 MLA-മാരാണ് ഇന്നിപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ 2 കോൺഗ്രസ്, ബാക്കി 21 TVK MLA-മാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പോർട്ട്ഫോളിയോ പുറത്തു വരുമ്പോഴുള്ള ഒരു വലിയ മാറ്റമെന്ന് പറയുന്നത് TVK-യുടെ തന്നെ മുതിർന്ന നേതാവും നിരവധി വർഷങ്ങളുടെ ഭരണ പരിചയവും ഉണ്ടായിരുന്ന KA സെങ്കോട്ടയ്യനായിരുന്നു ആദ്യഘട്ടത്തിൽ ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അല്ലെങ്കിൽ അധികാരമേറ്റെടുത്തത്. പക്ഷേ ആ വകുപ്പിൽ ഇപ്പോൾ മാറ്റം ഉണ്ടായിരിക്കുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയായി KA സെങ്കോട്ടയ്യൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി കാണുന്നത്. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത N മരിയ വിൽസനാണ് ധനവകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നൊരു മാറ്റമാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങളാണ്. അത് ഒന്ന് C രാജേഷ് കുമാർ ടൂറിസം മന്ത്രിയാകുന്നു, P വിശ്വനാഥൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു എന്നുള്ളതാണ്. 2 വകുപ്പുകളാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. വനിതകളിലേക്ക് വന്നാൽ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത വനിതകളിൽ S കമലിക്ക് മൃഗസംരക്ഷണ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. C വിജയലക്ഷ്മിക്ക് മിൽക്ക് ആൻഡ് ഡയറി പ്രോജക്ട്സ്, K ജഗദീശ്വരി സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന വകുപ്പും നൽകിയിരിക്കുന്നു. അതായത് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പോർട്ട്ഫോളിയോ തന്നെ മുഖ്യമന്ത്രി C ജോസഫ് വിജയ് സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനിതകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉണ്ട്. ദളിത് വിഭാഗങ്ങൾക്ക്, അതായത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം. 7 മന്ത്രിമാരാണ് പിന്നാക്ക വിഭാഗത്തിൽ നിന്നും TVK മന്ത്രിസഭയിൽ എത്തിയിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ തന്നെയാണ് നിലവിലുള്ളത്. 2 മന്ത്രിസ്ഥാനങ്ങളാണ് ഇനിയിപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്നത്. അതിലേക്കിപ്പോൾ എന്തായാലും മുസ്ലിം ലീഗ് വരുന്നു എന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. മറ്റൊന്ന് VCK-യാണ്. VCK-യുടെ തീരുമാനം ഇന്നോ നാളെയോ ആയി VCK പ്രഖ്യാപിക്കുകയും ചെയ്യും. ഹാഷ്മി. ഓക്കെ, മനേഷ് മൂർത്തിയാണ് തമിഴ്നാട്ടിലെ മന്ത്രിസഭാ വികസനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിരുന്ന KV തോമസ് ഇനി തമിഴ്നാടിന്റെ പ്രത്യേക പ്രതിനിധി ആയേക്കുമെന്നാണ് സൂചന. ചർച്ചകൾ നടക്കുന്നുവെന്ന് KV തോമസ് 24-നോട് സ്ഥിരീകരിച്ചു.
പിണറായി വിജയന് MA ബേബിയുടെയും അനുവാദത്തോടെ തീരുമാനമെടുക്കുമെന്ന് KV തോമസ് 24-നോട് പറഞ്ഞു. കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞ പ്രൊഫസർ KV തോമസ് തമിഴ്നാട് സർക്കാരിന്റെ സമാനമായ പദവി ഏറ്റെടുക്കാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയുമായി അടുപ്പമുള്ളവരുമായി ചർച്ച നടന്നതായി KV തോമസ് സ്ഥിരീകരിച്ചു. ഔദ്യോഗികമായി സംസാരിച്ച ശേഷം തീരുമാനമെടുക്കും. പിണറായി വിജയനും MA ബേബിയുമായി സംസാരിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നും KV തോമസ് 24-നോട്. എൻ്റെ ചില സുഹൃത്തുക്കൾ ഇത് ഒഫീഷ്യലാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് വിജയ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. വിജയായിട്ട് അങ്ങനെ നേരിട്ട് ബന്ധമില്ല. പക്ഷേ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ ചോദിച്ചു എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ, അത് വേറെ ചില സ്റ്റേറ്റുകൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രപ്പോസൽ അയച്ചു തരാം, പിന്നെ ആധികാരികമായിട്ട് വരട്ടെ. ഞാനൊരു തീരുമാനമെടുക്കും, പൊളിറ്റിക്കൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പിണറായി വിജയനോടും ബേബി സഹോദരനോടും ചോദിക്കും. കാരണം അവരാണ് എനിക്ക് തണലായിരുന്നത്. BJP-യിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ KV തോമസ് തള്ളി. BL സന്തോഷിനെ കാണുന്നത് അജണ്ട വെച്ചല്ല. കോൺഗ്രസ് ആശയങ്ങൾ വിട്ട് താൻ എങ്ങും പോകില്ലെന്നും ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ ഉണ്ടെന്നും KV തോമസ് വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. എറണാകുളം മലയിടംതുരുത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരായ പ്രതിഷേധത്തിൽ 50ഓളം പേർക്കെതിരെ കേസെടുത്തു. ഇന്നലത്തെ പോലീസ് ഇടപെടലിൽ എറണാകുളം റൂറൽ SP DIG റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കുടിയിറക്ക നടപടിക്കെതിരായ സമരം ഏറ്റെടുത്ത CPIM ഒരു പോലീസ് നടപടിയും ജനം അംഗീകരിക്കേണ്ട എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അവർ പറയുന്നത് നേരെ പോലീസ് അടിച്ചു, മർദ്ദിച്ചു, ചിലരെ ചവിട്ടി, ചിലരിപ്പോൾ ആശുപത്രിയിലാണ്. കുട്ടികളുടെ തന്നെ വല്ലാതെ ഭയപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടം വേണം. എല്ലാവർക്കും ഉണ്ട്, ഒപ്പുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം പോലെ എടുക്കാൻ പറ്റണില്ല, മേലൊക്കെ വേദന എടുത്തിട്ട് പോലീസുകാർ പിടിച്ച് വലിച്ച്. കിഴക്കമ്പലം പാരിയത്തുകാവിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പോലീസ് നടപടികളുടെ ഞെട്ടലിൽ നിന്ന് ഈ ജനത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സാരമായി പരിക്കേറ്റ ചന്ദ്രൻ ആശുപത്രിയിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് തടിയിട്ടപറമ്പ് പോലീസ് പ്രതിഷേധം സംഘടിപ്പിച്ച കണ്ടാലറിയുന്ന 50 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 14 തവണയും ഇല്ലാതിരുന്ന പോലീസ് ഇടപെടൽ പരിധി വിട്ടതിൽ റൂറൽ SPയോട് DIG റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളതാണ് സർക്കാർ നയമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പരമാവധി ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഇന്നലെ തന്നെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആഭ്യന്തര വകുപ്പ് അത്തരം പോലീസ് നടപടികൾക്ക് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കും. പാരിയത്തുകാവ് കുടിയിറക്കൽ വിഷയത്തിൽ പ്രതിഷേധവും സമരവും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവിന്റെ നേതൃത്വത്തിൽ മലയിടംതുരുത്തിൽ ഇന്ന് സംരക്ഷണ സദസ്സും സംഘടിപ്പിച്ചു. സർക്കാർ മാറിയതുകൊണ്ട് ദളിത് കുടുംബങ്ങളെ കുടിയിറക്കാമെന്ന് കരുതേണ്ട എന്നും ഇടതുപക്ഷ സർക്കാർ തുടങ്ങിവച്ച സംരക്ഷണം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും P. രാജീവ്. ഗവൺമെന്റ് മാറി എന്നതിന്റെ പേരിൽ മാത്രം ബലം പ്രയോഗിച്ചുകൊണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നേരെ കുടിയിറക്കാം എന്നാണ് കരുതിയെങ്കിൽ ഈ ജനകീയമായിട്ടുള്ള മുന്നേറ്റം അത്തരത്തിലുള്ള ഒരു നടപടിയും അനുവദിക്കില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇന്നലെ ആരംഭിക്കാൻ കഴിഞ്ഞ നടപടിക്രമങ്ങൾ വിശദീകരിച്ച് അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്രതീക്ഷിതമായി ഉണ്ടായ സർക്കാർ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 24 കൊച്ചി. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തേക്ക് കടത്തി ലൈംഗിക ചൂഷണം നടത്തിയ കേസിൽ മുഖ്യപ്രതി സിന്ധുവിന്റെ വാട്സാപ്പ് സ്ക്രീൻഷോട്ട് 24-ന് കിട്ടി. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്ത് ശരീരത്തിന് വിലയിടുന്നതിന് തെളിവാണ് 24 പുറത്തുവിട്ടത്. സമൂഹ മാധ്യമത്തിലൂടെ ചിലർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോവുകയാണെന്നും പരാതിക്കാർ 24-നോട് പറഞ്ഞു. സ്ത്രീകളെ കച്ചവട വസ്തുക്കളായി മാത്രം കാണുന്ന ഒരു കൂട്ടം കൊടും ക്രിമിനലുകൾ, അവരെ നിയന്ത്രിക്കുന്നത് 56-കാരി സിന്ധു. എത്ര പേരെയായിരിക്കും, എത്ര സ്ത്രീകളെയായിരിക്കും ഇവർ ഇവിടെ നിന്ന് കബളിപ്പിച്ച് വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടാകുക? ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് പലരും ഇക്കാര്യം പുറത്തു പറയാത്തത്. സിന്ധു ആവശ്യക്കാർക്ക് യുവതികളുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ അയച്ചു നൽകും. ശേഷം റേറ്റ് അറിയിക്കും. വാട്സപ്പ് വഴി തന്നെ ഡീലും ഉറപ്പിക്കും. ഇക്കാര്യങ്ങൾ സിന്ധുവിൻ്റെ സ്ക്രീൻഷോട്ടിൽ വ്യക്തം. സാമൂഹ്യ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചരണത്തിനെതിരെ പരാതിക്കാരി രംഗത്തെത്തി. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. കേസന്വേഷണം ശരിയായ ദിശയിലെന്ന പരാതിക്കാരി 24-നോട്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അറസ്റ്റിലായവരുമായി ബന്ധമുള്ള ആളുകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതെനിക്ക് വളരെയധികം വിഷമവുമുണ്ട്, ആശങ്കയുണ്ട്. മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച സിന്ധുവിനെ 2 ദിവസത്തിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മുഖ്യപ്രതിയെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം.
കേസിൽ ഇതുവരെ 3 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി. മടിവാളയിൽ താമസിക്കുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസിനെതിരെയാണ് പരാതി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും പരാതി സ്വീകരിക്കാനോ മെഡിക്കൽ പരിശോധനയ്ക്കോ കർണാടക പോലീസ് തയ്യാറായില്ല എന്നാണ് ആക്ഷേപം. സുഹൃത്തുക്കൾ നടത്തുന്ന കഫേയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന 20കാരിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം. കഫേ തുടങ്ങാൻ സഹായിച്ച വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസിനെതിരെയാണ് പരാതി. ഈ മാസം 12-നാണ് സംഭവം. കഫേ നഷ്ടമായതോടെ വിൽക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഹൈനസ് ഇവരോടൊപ്പം കൂടി. റൂമിലേക്ക് ഹൈനസ് എന്ന് പറഞ്ഞ വ്യക്തി വരികയും അവർ തമ്മിലുള്ള സംസാരം നടക്കുകയും ചെയ്തതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്നൊരു വയ്യായിക്ക് വന്ന് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. ഒരു ഫ്രണ്ട്സ് അതിനെ തുറന്ന് എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വാട്ടർ ജ്യൂസ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഹൈനസ് എന്നെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്യുകയും. മടിവാള സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസിന്റെ പെരുമാറ്റം മോശമായിരുന്നുവെന്നും പരാതിയുണ്ട്. പെൺകുട്ടിയുടെ പരാതി സ്വീകരിക്കാനോ വൈദ്യപരിശോധന നടത്താനോ പോലീസ് തയ്യാറായില്ല. മെഡിക്കൽ എടുക്കാൻ തയ്യാറാണ്, FIR ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ പോലും മെഡിക്കൽ എടുക്കാൻ എന്നെ സമ്മതിച്ചിരുന്നില്ല. ഈ ത്രട്ടണിങ്ങും കാര്യങ്ങളും എനിക്ക് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു, ഹൈനസിന്റെ ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്ന്. ഒത്തുതീർപ്പിന് പോലീസ് ശ്രമിച്ചു. ഹൈനസും ഗുണ്ടകളും ചേർന്ന് പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും വീട് കയറി ആക്രമിച്ചു. സംഭവം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ലെന്നും ഗുണ്ടകളുടെ ഭീഷണിയിൽ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയെന്നുമാണ് പെൺകുട്ടി പറയുന്നത്. 24 ബംഗളൂരു. പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് പാകിസ്ഥാനിൽ നിന്ന് NIA കുറ്റപത്രം. ലഷ്കർ ഇ തൊയ്ബ TRF ഭീകരനായ സൈഫുള്ള പാകിസ്ഥാനിൽ നിന്ന് ഭീകരർക്ക് നിർദ്ദേശം നൽകി. ഭീകരിൽ നിന്ന് കിട്ടിയ 2 മൊബൈൽ ഫോണുകളും പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയതാണെന്നും കുറ്റപത്രത്തിലുണ്ട്. ലഷ്കർ ഇ തൊയ്ബ TRF ഭീകരനായ സൈഫുള്ള പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നാണ് ഭീകരർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. ഭീകരരുമായി നിരന്തരം ബന്ധപ്പെടുകയും സ്ഥലങ്ങളുടെ വിവരങ്ങളടക്കം നൽകുകയും ചെയ്തു. ഏപ്രിൽ 15, 16 തീയതികളിലായി ഭീകരർ കാശ്മീരിലെത്തി. സുരക്ഷാ ക്രമീകരണവും വിനോദസഞ്ചാരികളുടെ വരവും നിരീക്ഷിച്ചു. ഇന്ത്യ തേടുന്ന പ്രധാനപ്പെട്ട ഭീകരന്മാരിൽ ഒരാളാണ് സൈഫുള്ള എന്നും NIA വ്യക്തമാക്കി. ഭീകരരിൽ നിന്ന് ലഭിച്ച 2 മൊബൈൽ ഫോണുകളും പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയതാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. IP അഡ്രസ്സും ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടെ ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആക്രമണത്തിന് ഭീകരർക്ക് 2 പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും NIA കണ്ടെത്തി. 2025 ഏപ്രിൽ 22-ന് പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ 26 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. 24 ഡൽഹി. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി CBI. ചോദ്യപേപ്പർ വിതരണം ചെയ്തുവെന്നാരോപിച്ച് മഹാരാഷ്ട്രയിൽ ഡോക്ടറെ CBI കസ്റ്റഡിയിലെടുത്തു. പുനഃപരീക്ഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ കർശന നിരീക്ഷണത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശവും നൽകി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ശിരോളെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് CBI കസ്റ്റഡിയിലെടുത്തത്. ചോദ്യപേപ്പർ വാങ്ങിയതിലും വിതരണം ചെയ്തതിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം മനോജ് ശിരോളയുടെ ക്ലിനിക്കിലും വീട്ടിലും CBI പരിശോധന നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായ പാർലമെന്ററി സമിതി നീറ്റ് വിഷയം ഇന്ന് ചർച്ച ചെയ്യും. K. രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ചും കൂടിയാലോചനകൾ നടത്തും. ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യവ്യാപക പ്രതിഷേധമുയർത്തുവാനാണ് കോൺഗ്രസ് തീരുമാനം. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശ്വാസ്യത ചോർച്ച സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഗവൺമെൻറ് ഇടപെടണം എന്നുള്ള മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയതാണ്. അത് പാർലമെൻ്ററി രേഖകളുടെ ഭാഗമാണ്. അപ്പോൾ ആ തരത്തിലുള്ള പാർലമെൻ്ററി ശുപാർശകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് വളരെ നിരുത്തരവാദപരമായ സമീപനവുമായി മുന്നോട്ട് പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. അതേസമയം പുനഃപരീക്ഷയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണ വിദ്യാഭ്യാസ മന്ത്രാലയം തേടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശം നൽകി. 24 ഡൽഹി. സ്കൂളുകൾക്ക് പിന്നാലെ പശ്ചിമ ബംഗാളിൽ മദ്രസകളിലും വന്ദേമാതരം നിർബന്ധമാക്കി BJP സർക്കാർ. രാവിലെ നടക്കുന്ന അസംബ്ലികളിൽ വന്ദേമാതരത്തിൽ ആരംഭിക്കണമെന്നാണ് നിർദ്ദേശം. അതിനിടെ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്ത ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് തുടരുകയാണ്. പശ്ചിമ ബംഗാളിലെ സ്കൂളുകൾക്ക് പിന്നാലെയാണ് സർക്കാരിന് കീഴിലുള്ള മദ്രസകൾക്കും വന്ദേമാതരം ആലപിക്കണമെന്ന നിർദ്ദേശം. രാവിലെ നടക്കുന്ന അസംബ്ലികളിൽ വന്ദേമാതരം ആലപിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള മദ്രസ ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. ന്യൂനപക്ഷകാര്യ മദ്രസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന മുഴുവൻ മദ്രസകൾക്കും ഉത്തരവ് ബാധകമാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപം ആലപിക്കുന്നത് നേരത്തെ നിർബന്ധമാക്കിയിരുന്നു. ബംഗാളിൽ BJP അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് വന്ദേമാതരം നിർബന്ധമാക്കിയുള്ള ഉത്തരവുകൾ ഉണ്ടായത്.
അതിനിടെ വലിയ തോതിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് റീപോളിംഗ് പ്രഖ്യാപിച്ച ഫാൾട്ട നിയമസഭാ സീറ്റിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. കനത്ത സുരക്ഷയിൽ രാവിലെ 7 മണിയോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. മത്സരത്തിൽ നിന്ന് TMC സ്ഥാനാർത്ഥി നേരത്തെ പിന്മാറിയിരുന്നു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കഴിയാതായതോടെ TMC സ്ഥാനാർത്ഥിയുടെ പേരും EVM-കളിലുണ്ട്. 24 ഡൽഹി. മുംബൈയിൽ ചേരി പ്രദേശം ഒഴിപ്പിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 10 പേർക്കെതിരെ കേസ്. ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ചേരിയാണ് കോടതി ഉത്തരവിനെ തുടർന്ന് ഇടിച്ചു നിരത്തുന്നത്. ഒഴിപ്പിക്കൽ ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടന്നു. 5 ദിനം നീണ്ടു നിൽക്കുന്ന ചേരി ഒഴിപ്പിക്കലിന്റെ 3ാം ദിനമാണ് ഇന്ന്. 5200 ചതുരശ്ര മീറ്ററിലുള്ള ഗരീബ് നഗർ എന്ന പ്രദേശമാണ് ഒഴിപ്പിക്കുന്നത്. വെസ്റ്റേൺ റെയിൽവേയുടെ ഭൂമിയാണിത്. ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തുന്നതിനിടെ ഇന്നലെ വൈകിട്ട് വൻ സംഘർഷമാണ് നടന്നത്. പോലീസിന് നേരെ പ്രദേശവാസികൾ കല്ലെറിഞ്ഞു. പ്രദേശത്തുണ്ടായിരുന്ന പള്ളി പൊളിച്ചു തുടങ്ങിയതോടെയാണ് സംഘർഷം. പോലീസ് ലാത്തി വീശുകയും നിരവധി പേരെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തു. 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സർവേ നടത്താതെ ഏകപക്ഷീയമായാണ് നടപടിയെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. बिना नोटिस के कल मस्जिद भी तोड़ दिया. देखो मस्जिद की तरफ कैमरा घुमा सर. बिना नोटिस दिए दोनों मस्जिद तोड़ दिया सर. ഇന്നത്തോടെ 80% പൊളിച്ചു നീക്കലും പൂർത്തിയാകും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ, കൂടുതൽ ട്രെയിൻ തുടങ്ങി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ഭൂമി ഉപയോഗിക്കുമെന്ന് വെസ്റ്റേൺ റെയിൽവേ പറയുന്നു. ഒഴിപ്പിക്കൽ പൂർത്തിയായാൽ പ്രദേശത്ത് വേലി കെട്ടിത്തിരിക്കും. 24 മുംബൈ. സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി കോക്രോച്ച് ജനതാ പാർട്ടി. 1 ലക്ഷത്തോളം പേരാണ് 4 ദിവസത്തിനുള്ളിൽ പാലടി പാർട്ടിയുടെ ഭാഗമായത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് എണ്ണത്തിൽ CJP BJP പിന്നിലാക്കുകയും ചെയ്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് പാർട്ടി രൂപീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതിൽ പ്രതിഷേധിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നുവന്ന പാർട്ടിയാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. വെറുമൊരു ഇന്റർനെറ്റ് തമാശയായി തുടങ്ങിയ ഈ കൂട്ടായ്മയിൽ ദിവസങ്ങൾക്കുള്ളിൽ 1 ലക്ഷത്തിലധികം പേരാണ് അംഗങ്ങളായത്. തൊഴിലില്ലായ്മ, പരീക്ഷാ വിവാദങ്ങൾ തുടങ്ങിയവയോട് പ്രതിഷേധിക്കാനുള്ള യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വലിയൊരു താവളമായി ഈ ഓൺലൈൻ കൂട്ടായ്മ മാറി. പാർട്ടി മാറുന്ന ജനപ്രതിനിധികൾക്ക് 20 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പ് വിലക്കേർപ്പെടുത്തുക, വിരമിച്ച ശേഷം ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ സീറ്റുകൾ നൽകുന്നത് നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും CJP മുന്നോട്ട് വയ്ക്കുന്നു. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയായ അഭിജിത് ദീപ്കെയാണ് CJPയുടെ സ്ഥാപകൻ. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിലെ അംഗവുമായിരുന്നു അഭിജിത്. സമൂഹ മാധ്യമങ്ങളിൽ BJPയെ പിന്തള്ളിയും കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിന് 80 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളപ്പോൾ 4 ദിവസം കൊണ്ട് തന്നെ 1 കോടിയിലധികം പേരാണ് CJPയുടെ പേര് ഫോളോ ചെയ്യുന്നത്. 24 ഡൽഹി. പിറന്നാൾ ദിനത്തിൽ തന്നെ ദൃശ്യം 3 റിലീസായത് വലിയ ഭാഗ്യം എന്ന് മോഹൻലാൽ 24നോട് പറഞ്ഞു. സാധാരണ സിനിമകൾ റിലീസാകുന്നത് ഒരു വെള്ളിയാഴ്ച വ്യാഴാഴ്ചയൊക്കെയാണ്. ഈ പിറന്നാൾ ഒരു തിങ്കളാഴ്ച ആണെങ്കിൽ ഇത് അന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഭാഗ്യത്തിന് ഒരു ഈശ്വരന്റെ കടാക്ഷം പോലെ ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇനി വരണം, ഇനി അടുത്ത ഒരു മെയ് 21-ാം തീയതി വ്യാഴാഴ്ച വരണമെന്നില്ല. അപ്പോൾ ഇനി നോക്കണം ഏതൊക്കെ വ്യാഴാഴ്ചയിലാണ് ഒരു നല്ല സിനിമ അല്ലെങ്കിൽ ഇത്രയും കാത്തിരുന്നൊരു സിനിമ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ആ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടുന്ന, അതുകൊണ്ടല്ല അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളെക്കാട്ടിലും എൻ്റെ ബർത്ത്ഡേ വേറെ ഒരുപാട് പേര് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആഘോഷങ്ങളില്ല. അതെ, അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചത് വലിയ കാര്യം, അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് വലിയ കാര്യം. 24 പിറന്നാൾ സമ്മാനം ദീപക് ധർമ്മടം മോഹൻലാലിന് കൈമാറുകയും ചെയ്തു. മോഹൻലാലിന്റെ ജന്മദിനാഘോഷവും ദൃശ്യം 3ന്റെ ഷോയും ഗൾഫ് നാടുകളിലും നടന്നു. ജിദ്ദയിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ബാനറിൽ നടന്ന പരിപാടിയിൽ നിരവധി ആരാധകർ പങ്കെടുത്തു. കേക്ക് മുറിച്ച ആരാധകർ പ്രിയ താരത്തിന് ജന്മദിനാശംസകൾ നേർന്നു. ഞങ്ങൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേയും ദൃശ്യത്തിൻ്റെ ഒരു കാത്തിരിപ്പിലാണ്. ബർത്ത്ഡേ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സൗദി മോഹൻലാൽ ഫാൻസ് രാവിലെ നാട്ടിൽ നടക്കുന്ന സെയിം ടൈമിൽ ജിദ്ദ, റിയാദ്, ദമാം 3 സ്ഥലങ്ങളിലും സെയിം ടൈമിൽ ഫാൻ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഞങ്ങൾ ജോർജിൻ്റെ ആൾക്കാരാണ്, തൊഴിലക്കാരാണ്. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. അപ്പം ദൃശ്യം 3യുടെ ഫസ്റ്റ് ഷോ, ഇതൊരു സസ്പെൻസ് ത്രില്ലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോ കാണുന്നുള്ളതാണ് നമ്മുടെ ലാലേട്ടൻ്റെ ആരാധകരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ നമ്മളെ മോഹൻലാൽ ഫാൻസിൻ്റെ ഇവിടെ ഫാൻസ് അസോസിയേഷൻ
ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനമാണ്. ടിക്കറ്റ് കാണിച്ചിട്ടുള്ളൂ കയറ്റിയായി. മലയാളത്തിലെ ആദ്യത്തെ AI സിനിമ വാഗ്ദത്ത ഭൂമി റിലീസ് ഒരുങ്ങുന്നു. വാലപ്പൻ ക്രിയേഷൻസിന്റെ ബാനറിൽ ഷാജു വാലപ്പനാണ് നിർമ്മാണം. രചന, അനിമേഷൻ, സംവിധാനം സിദ്ദീഖ് പറവൂർ. ആദ്യമായി AI സാങ്കേതികവിദ്യ പൂർണ്ണമായി ഉപയോഗിച്ച മലയാളം ചിത്രമാണ് കൂടിയാണ് വാഗ്ദത്ത ഭൂമി. വാലപ്പൻ ക്രിയേഷൻസിന്റെ ബാനറിൽ ഇറങ്ങുന്ന 4ാമത്തെ ചിത്രമാണ് ഇത്. വാഗ്ദത്ത ഭൂമി എന്ന ഈ ഒരു ചലച്ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും തിരിതെളിയിക്കുന്ന നിമിഷമാണ്. പ്രിയപ്പെട്ട നിർമ്മാതാവ് ഷാജു വാലപ്പൻ ആൻഡ് ഫാമിലി, ലിൻസി ഷാജു വാലപ്പൻ ആൻഡ് നമ്മുടെ തേക്കിൻകാട് ജോസഫ് സർ, നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഡോക്ടർ അനശ്വര, കാണാനായിട്ട്. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു സിനിമ മനസ്സിലേക്ക് നോക്കിയാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ സിനിമ എന്ന് പറയുന്നത് വാലപ്പൻ ക്രിയേഷൻ്റെ 6ാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യം നമ്മൾ ചെയ്തൊരു ആൽബമായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിനുശേഷം ഒരു കമേഴ്ഷ്യൽ പടം ചെയ്തു. പിന്നെ 2 ആർട്ട് മൂവി ചെയ്തു. പിന്നെ പുതുമയാർന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നമ്മൾ മലയാള സിനിമയ്ക്കായിട്ട് സമ്മാനിക്കുന്നത്. എല്ലാവർക്കും അറിയാം AI ഫിലിമിനെ കുറിച്ചും AI വിഷയമായിട്ട് സന്നദ്ധനായിട്ട് ഇങ്ങനെ കടന്നു വന്ന അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടറാണ്. വലിയൊരു ടാസ്ക് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. മാധ്യമ പ്രവർത്തകർ, പ്രവർത്തകൻ ആയിട്ട് ജീവിതം ആരംഭിച്ച ഒരാളാണ് ഞാൻ. മലയാളത്തിലെ ദേശാഭിമാനി, ചന്ദ്രിക എന്നീ 2 പത്രങ്ങളിലെയും ജീവനക്കാരനായിരുന്നു. സിനിമയില് അതിലും ഒരു വളരെയധികം നല്ലൊരു കൈ നൽകാം. മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് വഴിതെറ്റി വന്നതുകൊണ്ടാണ് തേക്കിൻകാട് ജോസഫ് സാർ, നമുക്കറിയാം ഫിലിം ക്രിറ്റിക്സ് അവാർഡിന്റെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്. മുട്ടിൽ മരമുറി കേസിൽ പിടിച്ചെടുത്ത 112 മരങ്ങളുടെയും മഹസ്തർ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. ബത്തേരി കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും കണക്കെടുപ്പ് നടത്തിയതിന് പിന്നാലെയാണ് മഹസ്തർ സമർപ്പിച്ചത്. പിടിച്ചെടുത്ത മരങ്ങൾ വിട്ടു നൽകാനായി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. മരങ്ങൾ ലേലം ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് വീണ്ടും കണക്കെടുപ്പ്. മരങ്ങളുടെ 800 കഷ്ണങ്ങളോളമാണ് കുപ്പാടിയിലെ ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മഹസ്സർ സമർപ്പിച്ചതോടെ മരങ്ങൾ ലേലം ചെയ്യാനുള്ള നടപടികളും വൈകാതെ ആരംഭിക്കും. പിടിച്ചെടുത്ത മരങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദമുയർത്തി കേസിലെ പ്രതികളായ റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ എന്നിവർ കോടതിയെ സമീപിച്ചിരുന്നു. പ്രതികൾക്ക് തിരിച്ചടിയാകുന്ന വിധം പരാമർശങ്ങളോടെ അപ്പീൽ തള്ളിയിരുന്നു കോടതി. തടികൾ സർക്കാരിൻ്റേതല്ല എന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ലെന്നായിരുന്നു അന്ന് കോടതിയുടെ പരാമർശം. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് 36ഓളം കേസുകളുടെ കുറ്റപത്രങ്ങൾ ഇതിനോടകം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 24 വയനാട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ തുടരന്വേഷണം വേണമെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ കുടുംബം ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ അന്വേഷണത്തിലൂടെ സാധിക്കൂ എന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ 24നോട് പറഞ്ഞു. അതിസുരക്ഷാ ജയിലിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് ഇവർക്ക് വല്ലാണ്ടുള്ള സൗകര്യങ്ങളാണ് ഇവർ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർക്ക് പരമസുഖമാണ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ ലഭിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണം. കേസിൽ CBI കോടതി പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ട് ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചപ്പോഴും ഗൂഢാലോചനയിൽ കണ്ണികളായവർ പുറത്താണ്. അവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പുനരന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് കുടുംബം പറയുന്നു. 10 പേര് ഇപ്പോൾ പുറത്ത് വിചാരണ കഴിഞ്ഞ് വെറുതെ വിട്ടവരുണ്ട്. അവർക്ക് ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഒരു തുടരന്വേഷണം, ഇതിൻ്റെ ബാക്കി ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സർക്കാരിനെ സമീപിക്കാനുണ്ട്. ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും നേരിട്ട് കാണാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുഖവാസം അനുഭവിക്കുന്ന പ്രതികളെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. നേരത്തെ ഈ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. CBI അന്വേഷണം പ്രോസിക്യൂഷൻ എതിർത്ത പോലെ ഇക്കാര്യത്തിലും LDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ആശങ്കയുണ്ടായതിനാൽ കോടതിയെ സമീപിച്ചില്ല.
UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ തങ്ങളുടെ പ്രയാസം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മനസ്സിലാക്കുമെന്ന് കുടുംബം പ്രത്യാശിക്കുന്നു. 24 കാസർഗോഡ്. KPC ആസ്ഥാനത്തെ ആലിംഗനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. വിജയലഹരിയിൽ പരിസരബോധം മറന്നാണ് എല്ലാ കോൺഗ്രസ് MLA-മാരെയും ആലിംഗനം ചെയ്തത്. അതിൽ അനൗചിത്യമുണ്ടായെങ്കിൽ പൊതുസമൂഹം സദയം പൊറുക്കണം. പെരുമാറ്റത്തിൽ ദുരുദ്ദേശമുണ്ടായിരുന്നില്ല. സന്യാസ സദൃശമായ ജീവിതം നയിക്കെ തന്നെ സമൂഹമാധ്യമങ്ങൾ സ്ത്രീ ലംബടനാക്കിയത് വേദനിപ്പിച്ചെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. IPL-ൽ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ജീവൻമരണ പോരാട്ടം. രാത്രി 7:30 അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസാണ് എതിരാളികൾ. ടോപ്പ് ടു ഫിനിഷ് ഉറപ്പിക്കാനാണ് ഗുജറാത്തിന്റെ പടയൊരുക്കം. ഗുജറാത്തിനെതിരെ വൻ മാർജിനൽ ജയിക്കണം. അത് മാത്രം പോരാ, പഞ്ചാബും രാജസ്ഥാനുമെല്ലാം തോൽക്കുകയും വേണം. പ്ലേ ഓഫിലെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. 13 മത്സരങ്ങളിൽ 6 ജയവും 7 തോൽവിയും ഉൾപ്പെടെ മുൻ ചാമ്പ്യന്മാരുടെ അക്കൗണ്ടിലുള്ളത് 12 പോയിന്റ്. തോറ്റാൽ പെട്ടിമടക്കേണ്ടി വരുമെന്നതിനാൽ ഋതുരാജ് ഗെയ്ക്വാദിനും സംഘത്തിനും അഹമ്മദാബാദിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടം. ക്യാപ്റ്റൻ ഋതുരാജ് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥിരതയില്ലായ്മയാണ് ടീമിന്റെ പ്രധാന പോരായ്മ. സഞ്ജു സാംസന്റെ ചില ഒറ്റയാൾ പോരാട്ടങ്ങളാണ് പല കളികളിലും രക്ഷയായത്. 13 മത്സരങ്ങളിൽ 477 റൺസ് അടിച്ച സഞ്ജുവിൽ തന്നെയാണ് ഇന്നും മഞ്ഞപ്പടയുടെ ബാറ്റിംഗ് പ്രതീക്ഷകൾ. 2020 ലോകകപ്പ് ഫൈനലിലെ ഉജ്ജ്വല ഇന്നിംഗ്സിന്റെ ഓർമ്മകളിലാകും സഞ്ജു അഹമ്മദാബാദിൽ വീണ്ടും പാഡ് അണിയുക. പരിക്കുമൂലം MS ധോണി ഇന്നും ചെന്നൈ നിരയിലുണ്ടാകില്ല. ചെന്നൈ തോൽക്കുകയാണെങ്കിൽ തലദർശനത്തിനായി അടുത്ത സീസൺ വരെ കാത്തിരിക്കേണ്ടി വരും ആരാധകർക്ക്. ഇതിനോടകം പ്ലേ ഓഫ് ഉറപ്പിച്ച ഗുജറാത്ത് ടൈറ്റൻസിന്റെ കണ്ണ് ഇനി ടോപ്പ് 2 ഫിനിഷിലേക്കാണ്. 16 പോയിന്റുമായി 2ാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് ചെപ്പോക്കിലെ ചെന്നൈക്കെതിരായ 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയത്തിന്റെ ഓർമ്മകളും കരുത്തേകും. 500 റൺസിലധികം അടിച്ച സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ ബാറ്റിംഗ് ജോഡിയും മറ്റാർക്കുമില്ലാത്ത തീപ്പൊരി ബൗളിംഗ് യൂണിറ്റുമാണ് ഗുജറാത്തിന്റെ കുതിപ്പിന് പിന്നിൽ. സ്പോർട്സ് ഡെസ്ക് 24. സൗദി പ്രോ ലീഗ് കിരീടം ഉറപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. രാത്രി 11:30 നടക്കുന്ന മത്സരത്തിൽ ദമക് FC-യാണ് എതിരാളികൾ. 33 മത്സരങ്ങളിൽ നിന്നും അൽ നസറിന് 83-ഉം രണ്ടാമതുള്ള അൽ ഹിലാലിന് 81 പോയിന്റാണ്. 2023-ൽ സൗദിയിലേക്ക് ചേക്കേറിയ റൊണാൾഡോ പ്രോ ലീഗിലെ ആദ്യ കിരീടം നേടാം എന്ന പ്രതീക്ഷയിലാണ്. പ്രമുഖ വ്യവസായം സാമൂഹ്യ പ്രവർത്തനമായ ഡേവിസ് എടക്കളത്തൂരിന് മാർപ്പാപ്പയുടെ ഷെവലിയർ പദവി. തൃശൂർ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫറോന പള്ളിയിൽ നടന്ന അതിരൂപതാ ദിനാഘോഷത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പദവി നൽകി. അതിയായ സന്തോഷമെന്നും ഒപ്പം നിന്നവർക്ക് നന്ദിയെന്നും ഡേവിസ് എടക്കളത്തൂർ പറഞ്ഞു. ഖത്തർ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന വ്യവസായ ശൃംഖലയായ ബ്ലൂദാൻ ട്രേഡിംഗിന്റെ ചെയർമാനായ ഡേവിസ് എടക്കളത്തൂർ ഫ്ലവേഴ്സ് 24 ഗ്രൂപ്പിന്റെ ഡയറക്ടർ കൂടിയാണ്. ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഷെവലിയർ പുരസ്കാരം സമ്മാനിച്ചത്. കത്തോലിക്ക സഭയിലെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പട്ടം കിട്ടിയതിൽ അത്യധികം സന്തോഷിക്കുന്നു. സഭയോടും സഭയുടെ പ്രവർത്തനങ്ങളോടും അതോടൊപ്പം തന്നെ പിതാക്കന്മാരോടും വൈദികരോടും സന്യസ്തരോടും ആത്മായരോടും ഒപ്പം നിന്നുകൊണ്ട് അവരോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കൂടുതൽ ഉത്തരവാദിത്തം ഈ ബഹുമതിയിൽ കൂടെ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഡേവിസ് എടക്കളത്തൂരിന് പുറമെ ഡോക്ടർ മേരി റെജീനയ്ക്ക് മാർപ്പാപ്പയുടെ ദാമ പുരസ്കാരവും പ്രൊഫസർ KM ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം എന്നിവർക്ക് ഷെവലിയർ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് അടക്കമുള്ള വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. 24 തൃശൂർ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിച്ചതിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ആഭ്യന്തരമന്ത്രി. ഇടപെടുകയാണ് ആഭ്യന്തരമന്ത്രി. കാസർഗോഡ് അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് കിട്ടിയ ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. കേസിൽ 1-ാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് ഇന്നലെ പരോൾ കിട്ടിയത്. ഇടപെടുകയാണ് ആഭ്യന്തരമന്ത്രി. ഇറാൻ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹു തർക്കമെന്ന് റിപ്പോർട്ടുകൾ. സൈനിക നടപടി മാറ്റിവെച്ചതിൽ അമേരിക്ക ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതിഷേധം അറിയിച്ചു. ഇറാനുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്ന് ട്രംപ് പറയുന്നു. സമ്മർദ്ദത്തിലൂടെ ഇറാനെ കീഴടക്കാൻ കഴിയില്ല എന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവർത്തിച്ചു. ഇറാനുമായി കരാറിലെത്താനായില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇറാനു നേരെ ചൊവ്വാഴ്ച നടത്താനിരുന്ന ആക്രമണങ്ങൾ മാറ്റിവെച്ചതിൽ നെതന്യാഹു ട്രംപിനെ പ്രതിഷേധമറിയിച്ചതായി അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു.
ഇരുവരും തമ്മിൽ ചൊവ്വാഴ്ച നടന്ന ഫോൺ സംഭാഷണത്തിൽ സൈനിക നടപടി പുനരാരംഭിക്കാൻ ട്രംപിന് മേൽ നെതന്യാഹു സമ്മർദ്ദം ചെലുത്തിയതായും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ സമ്മർദ്ദത്തിലൂടെ ഇറാനെ കീഴടക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ വ്യക്തമാക്കി. നയതന്ത്ര പരിഹാരത്തിനുള്ള എല്ലാ വഴികളും ഇറാൻ തുറന്നിട്ടിരിക്കുകയാണെന്നും പെസഷ്ക്യാൻ പറഞ്ഞു. അതിനിടെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് രണ്ടുപേരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. കശുവണ്ടി വികസന അഴിമതിയിലെ കോടതിയലക്ഷ്യ നടപടിയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി AP മുഹമ്മദ് ഹനീഷിനെതിരെ ഹൈക്കോടതി ഇതൊരു വ്യക്തിക്കെതിരായ കോടതിയലക്ഷ്യ നടപടിയാണെന്നും അതിനാൽ വ്യക്തി എന്ന നിലയിൽ അപ്പീൽ നൽകണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ഗൗരവതരമായ ആക്ഷേപത്തിലാണ് കോടതിയലക്ഷ്യ ഹർജി. വിഷയത്തിൽ സർക്കാർ അപ്പീൽ നൽകാനാകുമോ എന്നതിൽ ചൊവ്വാഴ്ച വ്യക്തത വരുത്തണം. നാളെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഹാജരാകുന്നതിൽ ഒഴിവാക്കാൻ മുഹമ്മദ് ഹനീഷിന് അപേക്ഷ നൽകാം എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സർക്കാർ നിർദ്ദേശം. കാലതാമസം മൂലം ഉദ്യോഗസ്ഥർ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു വിലയിരുത്തൽ. അത്തരക്കാരുടെ സർവീസ് ആനുകൂല്യങ്ങൾ തടയാനാണ് നീക്കം. കുറ്റാരോപിതരുടെ സർവീസ് വിവരങ്ങൾ ശേഖരിക്കാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇടപെടലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.